വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ ഡെയ്സിയോട് പറയുന്നുണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ കഴിയില്ല, അവിടെ പോയാൽ അവരെൻ്റെ വിവാഹം നടത്തും, ഇവിടുത്തെ ശിവൻ താലി കെട്ടിയ പെണ്ണാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിന്നെ താലി കെട്ടി എന്നല്ലേ ഉള്ളൂ, നിയമപരമായിട്ട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അവനിപ്പോൾ നിയമപരമായിട്ട് വേറൊരു ആളുടെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെ അവരെ ഒരു വാടക വീടെടുത്ത് താമസവും തുടങ്ങി. നിനക്ക് ശിവൻ്റെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാം, പിന്നെ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെട്ടിയ പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട് കൂടെ താമസിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അച്ഛൻ കളിയാക്കുകയാണോ എന്നിങ്ങനെ ഡെയ്സി ചോദിക്കുകയാണ്. അന്നേരം ഒരിക്കലും ഇല്ല, ഞാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നാട് മുഴുവൻ കല്യാണം കഴിച്ച് കിടക്കുന്ന എൻ്റെ മകനെക്കുറിച്ച് ഞാൻ പിന്നെ എന്തോന്ന് പറയാനാണ്. അതുകൊണ്ട് നിൻ്റെ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുകയല്ല, അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവൻ താമസിക്കുന്നിടത്ത് ചെല്ലണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡെയ്സിയും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട്, മഹേട്ട ഇതെന്തോന്ന് ശിവൻ്റെ പിന്നെ ജീവിതം തകർക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ അച്ഛനെ അമ്മയെ അനുസരിക്കാതെ നാട് മുഴുവൻ വിവാഹം കഴിച്ച് കിടക്കുന്ന അവനോട് അവൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ എന്തോന്നാണ് പറയാനുള്ളത്. ഇവളേക്കാളും വലിയ പുളിങ്കൊമ്പിലാണ് ഇപ്പോൾ അവൻ പിടിച്ചിരിക്കുന്നത്, അത് വിട്ട് അവൻ വരുമെന്ന് തോന്നുന്നില്ല. ആദ്യം ഇവളെയല്ലേ കല്യാണം കഴിച്ചത്, അപ്പോൾ ഇവളുടെ കൂടെ താമസിക്കട്ടെ, അതിന് ഇവളെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഡെയ്സിയോട് പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നോട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല, നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടുന്ന് പൊയ്ക്കോളണം, അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് പുറത്താക്കേണ്ടി വരും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങ് പോവുകയാണ്. തുടർന്ന് നിർമ്മല പിന്നാലെ പോകുന്നുണ്ട്. ലാസറും സാമിയും കൂടി പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. ഡെയ്സി ആകെ ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെയ്സിയുടെ ഉദ്ദേശം അവിടെ നടക്കുന്നില്ല, ഇവിടെ വന്ന് താമസിച്ചാലും വേറെ ഫലമൊന്നുമില്ല എന്നുള്ളത് ഡെയ്സിക്ക് ഇവിടെ മനസ്സിലാവുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ അവിടെ രേഷ്മയുടെ ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് രേഷ്മയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ശാരദാമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാനാണ് ചെല്ലുന്നത്. അന്നേരം രേഷ്മ ശാലിനി പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അന്നേരം ഞാൻ ചെല്ലുമ്പോൾ ശാരദാമ്മ വലിയ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു, എന്തൊക്കെയോ ഒരുപാട് സങ്കടങ്ങളുള്ളിലുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആര് പറയുന്നതാണെന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ പറയുന്നു അച്ഛനല്ല കൊണ്ടുപോയതെന്ന്, പിന്നെ ശാരിയേച്ചിയും ശ്യാമയും പറയുന്നു അവരാണ് ബാഗിൽ തുണിയൊക്കെ എടുത്ത് കൊടുത്തത് എന്നുള്ളത് അങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ വേറെ എന്തെങ്കിലും രേഷ്മയ്ക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആ ശെൽവിയാണെങ്കിൽ ശാലിനിക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് ഒരിക്കൽ ശ്യാമയ്ക്ക് ആ വീടും പുരയിടവും ഒക്കെ കൊടുത്തിട്ട് ശാലിനിയുടെ കൂടെ വന്ന് നിൽക്കണം എന്നുള്ളത് ശ്യാമ പറയുമായിരുന്നു. പിന്നെ ശാലിനിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അപ്പോൾ സത്യാമ്മയുടെ വീട്ടിൽ ഇനിയുള്ള കാലം ശാലിനിയോടൊപ്പം വന്ന് നിൽക്കും എന്നൊക്കെ ശ്യാമ പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതെനിക്കൊരു പുതിയ അറിവാണെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പിന്നെ രേഷ്മ പറയുകയാണ് പിന്നെ അമ്മ ഇനി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നുണ്ട്. അന്നേരം അമ്മ ഇനി സ്വയം ഇറങ്ങിപ്പോയതാണോ ഇവരുടെ എന്തിനെങ്കിലുമായിട്ട് ഇവർ കള്ളം പറയുന്നതാണോ എന്നിങ്ങനെ ശാലിനി ഒരു സംശയം, ശാലിനിയല്ല രേഷ്മ ഒരു സംശയം പറയുന്നുണ്ട്. അതായത് ശാരികയും ശ്യാമയും കൂടി കള്ളം പറയുന്നതാണോ എന്നുള്ളത്. അന്നേരം അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ പറയാനായിട്ടും കഴിയില്ല, ചിലപ്പോൾ ഓരോരുത്തർക്കും ശാരികേച്ചിയും ശ്യാമയും ഒക്കെ കള്ളം പറഞ്ഞുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഓരോരുത്തരും അവരുടെ നിലനിൽപ്പല്ലേ പ്രധാനം, അപ്പോൾ വീടൊക്കെ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇനിയിപ്പോൾ അവരുടെ ശല്യം സഹിക്കുക വഴിയാതെ ശാരദാമ്മ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയതാണോ എന്നൊക്കെ ഇങ്ങനെ അവർ തങ്ങളിൽ സംസാരിക്കുകയാണ്. രോഹിത്തും കൂടി പോകുന്ന ഇവിടെ നിൽക്കുകയല്ലേ, അപ്പോൾ വീട് ശ്യാമയ്ക്ക് കിട്ടും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്യാമയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങനെ ഒരു ശ്യാമയുടെ ആവശ്യമായിട്ട് ചെറിയൊരു ആഗ്രഹമായിട്ട് പറഞ്ഞിരുന്നു, അതൊന്നും എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ശാലിനി പറയുകയാണ്. അവസാനം രേഷ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ ഇവരെ രണ്ടുപേരുടെയും മനസ്സ്, രണ്ട് മക്കളുടെയും മനസ്സിലാക്കിയിട്ട് ഈ അച്ഛനും അമ്മയും കൂടി കളിക്കുന്ന ഒരു ഡ്രാമയാണെങ്കിലും ചോദിക്കുകയാണ്. അന്നേരം എന്ത് തന്നെയായാലും എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ നഷ്ടമായിരിക്കുന്നത്, എത്ര സങ്കടങ്ങൾ ഉണ്ടായാലും ചെന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഒരു തണലാണ് എനിക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത്, എത്ര സങ്കടവും സന്തോഷവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു അക്ഷയപാത്രമായിരുന്നു എൻ്റെ അമ്മ, അതിപ്പോൾ എനിക്ക് നഷ്ടമായി. എന്തായാലും എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യും, എൻ്റെ അടുത്ത് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞാൻ IAS കാരിയായപ്പോൾ അമ്മയുടെ ദുരിതത്തിനും കഷ്ടപ്പാടിനും മോചനം കൊടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധിയും കഷ്ടപ്പാടും ഉൾക്കൊള്ളുന്നതാണ് കുടുംബശ്രീ ശാരദ എന്നുള്ളത്, അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ, അതുകൊണ്ട് എല്ലാം സഹിച്ച് തരണം ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നൊരു പ്രതീക്ഷയൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ശാലിനി തളരരുത്, എൻ്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും, ശാരദാമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ആകെ ഒരു കൺഫ്യൂഷനിലാണ്, ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ്, ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് കള്ളം എന്നൊന്നും ഉൾക്കൊള്ളാനായിട്ട് ശാലിനിക്ക് കഴിയുന്നുമില്ല.
അതേസമയം അവിടെ രാഘവൻ നായർക്ക് പതിയെ പതിയെ അങ്ങോട്ട് ബോധം തെളിയുന്നുണ്ട്. അങ്ങോട്ട് കണ്ണിങ്ങനെ തുറക്കുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം പിള്ളയെ ആദ്യം ഒരു രൂപം ഒരു മറയുന്ന പോലെ കാണുന്നുള്ളൂ. പക്ഷെ പതിയെ പതിയെ ഇങ്ങനെ പിള്ളയുടെ രൂപം തെളിഞ്ഞു വരികയാണ്. അന്നേരം രാഘവൻ നായർ ഒരു തമാശ എന്ന പോലെയാണ് സംസാരിക്കുന്നത്. അന്നേരം താൻ എന്താടോ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണോ ചോദിക്കുകയാണ്. അന്നേരം എന്നെ തിരിച്ചറിയുമോ എന്ന് നോക്കിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനെന്താ, ഞാൻ അത്രയ്ക്ക് ബോധമില്ലാതെയാണ് വന്നതെന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ആ ഒരു അവസ്ഥയിലല്ലേ വന്നത്, പടിപ്പുരയിലേക്ക് വന്നങ്ങോട്ട് വീഴുകയായിരുന്നു, പിന്നെ ഇവിടെ എടുത്തോണ്ടല്ലേ കിടത്തിയത്, ഇത് ഇത്തിരി കൂടിപ്പോകുന്നുണ്ട് രാഘവ സാറേ എന്നും പറഞ്ഞ് പിള്ള ഇങ്ങോട്ട് വഴക്ക് പറയുകയാണ്. അന്നേരം ഇടോ അവൻ്റെ സങ്കടം കേട്ടാലേ ആരും കുടിച്ചു പോകും, അത്രയ്ക്ക് അതുകൊണ്ട് ഇച്ചിരി ഞാൻ കുടിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. താൻ അടുക്കളയിൽ പോയേ മോരും വെള്ളം ഉണ്ടെങ്കിൽ എടുത്തോണ്ടോ, ഒത്തിരി ഐസും ഉണ്ടെങ്കിൽ ഇട്ടോ എന്ന് പറയുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ഭാമ അങ്ങോട്ട് ദേഷ്യത്തോടെ കയറി വരികയാണ്. ഇവിടെ മോരും വെള്ളം അല്ല ചാരായമാണ് കൊണ്ട് രാഘവേട്ടന് ഇപ്പോൾ തരാൻ പോകുന്നത്, ഇടോ പിള്ള എടുത്തോണ്ടെന്ന് കൊടുക്കുക, കെട്ടൊന്ന് അടങ്ങട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നാലെ പൊന്നിയും വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അപ്പം ഭാമ അവൻ്റെ സങ്കടങ്ങൾ കേട്ടപ്പോൾ ഞാൻ കുടിച്ചതാണ്, അവൻ്റെ അസുഖങ്ങളൊക്കെ കേട്ടപ്പോൾ നീ പറയുകയാണ്. അന്നേരം പിള്ള പോകുന്നുണ്ട് എടുക്കാനായിട്ട്. രാഘവൻ നായർ കട്ടിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണ്. അന്നേരം ഒരു സങ്കടമില്ല, അവൻ വെറുതെ അഭിനയിച്ച് കൂടിയതാണ്, വീണ്ടും ചതിക്കാനായിട്ട് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ, നീ പറഞ്ഞ കഴിഞ്ഞ ഓണത്തെ പോലെയൊന്നും അല്ല, അവനിപ്പോൾ നമ്മുടെ കാല് പിടിച്ചല്ലേ മാപ്പൊക്കെ പറഞ്ഞത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് പിന്നെ പിള്ളയാണെങ്കിൽ മോരും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. രാഘവൻ നായർ അത് കുടിക്കുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, കുടിച്ച് ബോധമില്ലാതെ അബോധാവസ്ഥയിൽ നിങ്ങൾ അവൻ ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഭാമ ചോദിക്കുന്നുണ്ട്, ഒപ്പിട്ട് കൊടുത്തോ? അന്നേരം ആ കൊടുത്തു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് പിന്നെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് മലേഷ്യയെ കൊണ്ട് ചികിത്സിക്കാനുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല, ഈ സ്വത്തുക്കൾ മുഴുവൻ അവൻ്റെ പേരിലേക്ക്, നിങ്ങളുടെ പേരിൽ നിന്നും അവൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങാനുള്ള പേപ്പറിലാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ആകെ അന്നം വിട്ട് അങ്ങോട്ട് സ്റ്റിക്കും കുത്തി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. പിള്ള പിടിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, അപ്പോൾ ഭാമ ഇനി എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ, എന്തോന്ന് ചെയ്യാൻ, ചേട്ടനെ അനിയനോടുള്ള സ്നേഹം കണ്ടപ്പോഴും ഞാൻ ഓർത്തതാണ്, ഇനി വട്ടിയും കുട്ടയും ഒക്കെ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എങ്കിൽ ഞാനവനെ കൊല്ലും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടും ഒന്നും ആദ്യം രാഘവൻ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം സങ്കടപ്പെടുത്തിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇനി നമ്മൾ പഴയതുപോലെ കഴിഞ്ഞ തവണ എന്നെ കൊണ്ടാണ് അവൻ ചെയ്യിപ്പിച്ചതെങ്കിൽ ഇത്തവണ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, പഴയതുപോലെ തെരുവിലേക്കും വട വീട്ടിലേക്കും ഒക്കെ പോകാൻ, ഞാൻ പലഹാരങ്ങൾ വിറ്റ് കിടക്കണം, ജോലിയും ചെയ്യുക എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഞാനവനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് കൊന്നു തരുമോ, ഈ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള എനിക്കൊരു ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ എനിക്കിനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും വയ്യ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ മുറ്റത്ത് ശിവനാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ജീപ്പിൽ വരുന്നുണ്ട്. എന്നിട്ട് ആ ഫയൽ ഇങ്ങനെ കയ്യിലുണ്ട്, അത് എടുത്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. അന്നേരം ആരും എങ്ങോട്ടും ഇറങ്ങാൻ പോകുന്നില്ല, ഇറങ്ങണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവൻ വന്ന് മുന്നിൽ നിൽക്കുകയാണ്. അന്നേരം ഭാമയും രാഘവൻ നായരും ഒക്കെ പൊന്നിയും പിള്ളയും ഒക്കെ അങ്ങോട്ടത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ ആ ഒരു ഫയലിങ്ങനെ ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ഒപ്പിട്ട് കൊടുത്ത ഈ പേപ്പറല്ലേ ഇവിടുത്തെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞ് നീട്ടുകയാണ്. അതിനും പിള്ള കണ്ണാടി എടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ രാഘവൻ നായരാണെങ്കിൽ രാഘവൻ നായർ പിള്ളയുടെ കയ്യിൽ നിന്ന് കണ്ണാടി മേടിച്ച് വെച്ച് അത് നോക്കുന്നുണ്ട്. ഇത് നോക്കുമെന്ന് പറയുമ്പോൾ രാഘവേട്ട ഇത് തന്നെയാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ ഇത് തന്നെയാണ് എന്നിങ്ങനെ രാഘവൻ നായരെ നോക്കിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ശിവനത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കത്തിച്ച് കളയോ നശിപ്പിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്ക്, ഇന്ന് ഞാൻ ഉഭയം തന്നെ കണ്ടിരുന്നു, ഇനി ഒരു ശല്യത്തിനും അയാൾ വരില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായരുടെ ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും ആരും ഒന്നും ചെയ്യില്ല, ഇവിടെ നിന്ന് ഇറക്കി വിടത്തുമില്ല, ഒരു മകൻ എന്ന കടമയിൽ പിന്നെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ലേ, ഇത് അച്ഛൻ്റെ വിഷ്ണുവിൻ്റെ വാക്കാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയൊക്കെ നോക്കുന്നുണ്ട്. രാഘവൻ നായർക്ക് ആകപ്പാട് സന്തോഷമാവുന്നുണ്ട്. രാഘവൻ നായർ ശിവനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുകയാണ്. അന്നേരം ഭാമ അത് ഫയലങ്ങ് വാങ്ങിച്ച് നിൽക്കുന്നുണ്ട്. പിള്ളയും പൊന്നിയൊക്കെ നോക്കി നിൽക്കുകയാണ്. ശിവനും ഒരു സങ്കടം വരുന്നുണ്ട്. പിന്നെ പക്ഷേ രാഘവൻ നായർ അങ്ങോട്ട് കരയുകയാണ്. മോനെ നീ അച്ഛൻ്റെ മാനം കാത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശിവനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ്. ഈ സമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ റസാഖാണെങ്കിൽ അവിടെ സോമശേഖരനെയും ബാക്കി കോൺസ്റ്റബിൾ എല്ലാവരും ഈ റസാഖിൻ്റെ ക്യാബിനിലുണ്ട്. അവർ മാൻ മിസ്സിങ് കേസുകളെ കുറിച്ചുള്ള ഒരു ഫയലിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ്. ശാലിനി നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു മാൻ മിസ്സിങ് ഉണ്ട്, അന്വേഷിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ സ്റ്റേഷനിൽ പരാതി വന്നിട്ടുള്ള എല്ലാ കേസിൻ്റെയും ഫയലൊക്കെ എടുത്ത് സോമശേഖരനോടൊക്കെ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്നൊക്കെ പറയുകയാണ്. അതിലേതോ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് പയ്യനെ കാണാതായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യൻ ഗോവയ്ക്ക് പോയി എന്നൊക്കെ സോമശേഖരൻ പറയുകയാണ്. അന്നേരം എന്ത് വീട്ടുതരമാണ് പറയുന്നത്, അവൻ ഇവിടെയൊക്കെ കപ്പലിൻ്റെ കച്ചവടം വിറ്റ് നടത്തുന്നുണ്ട്, അവൻ ഒരു ദിവസം 500 രൂപയെങ്കിലും സമ്പാദിക്കും, ഇത് കഴിഞ്ഞ ഉണയും പറഞ്ഞ ഉത്തരമല്ലേ ഗോവയ്ക്ക് പോയിന്ന്, ഇനി വേറെ ഏതെങ്കിലും പറയണേ, കഷ്ടം തന്നെ നോക്കി ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സംശയം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. കുറേ പോലീസുകാരൊക്കെ ഉണ്ട്. ഈ സമയത്താണ് ശാലിനി അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും എണീറ്റ് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മാഡം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഒരു മാൻ മിസ്സിങ് ഉണ്ടെന്ന്, ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഫയലിനെ എടുപ്പിക്കുകയായിരുന്നു, വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണോ, ഈ ഫയലിലുള്ളവരാരെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞ് ഫയലൊക്കെ നീട്ടുന്നുണ്ട്. എന്നിട്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഇത് വെറും നിസ്സാരമായൊരു കേസല്ല, കാണാതായിരിക്കുന്ന
ചെയ്യുന്നത് എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിങ്ങനെ അവർ നിൽക്കുന്നുണ്ട്. അന്നേരം എപ്പോഴാണ് ചോദിക്കുമ്പോൾ ഇന്നലെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് അന്വേഷിക്കാൻ അങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇതിൽ വിചിത്രമായ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ സഹോദരിമാർ പറയുന്നത് അച്ഛനാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയെന്ന്, അച്ഛനായിട്ട് സമ്മതിച്ച് തരുന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ റസാഖ് പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ ആണ് കൊണ്ടുപോയതെന്ന് പറയുന്നതെങ്കിൽ പിന്നെ നമ്മളെന്ത്, അച്ഛൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയണം. അച്ഛനാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയതെങ്കിൽ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും അറിയണം. നിങ്ങൾക്ക് എങ്ങനെയും അന്വേഷിക്കാം. എൻ്റെ അച്ഛനാണെന്നുള്ള പരിഗണനയൊന്നും വേണ്ട, സത്യം പറയാൻ എന്തും പ്രയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എസ് മാഡം എന്നും പറഞ്ഞിട്ട് ഏത് വിധേന എനിക്ക് അമ്മ എവിടെയുണ്ട് എന്ന് അറിയണം എന്നിങ്ങനെ ശാലിനിയുടെ ഓർഡർ എന്ന പോലെ പറയുമ്പോൾ എസ് എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവിടെ സത്യഭാമയുടെ വീട്ടിൽ ശിവനാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ജീപ്പ് ഇങ്ങനെ കഴുകുകയാണ്. പിള്ളയാണെങ്കിൽ അവിടെ ഉമ്മർത്ത് തന്നെ ഇരുന്ന് കണക്കൊക്കെ നോക്കുന്നുണ്ട്. പൊന്നി ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിള്ളയ്ക്കും പിന്നെ ശിവ എന്നും പറഞ്ഞ് ശിവനും കൊടുക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എഴുന്നേറ്റില്ലേ പൊന്നി, രാവിലെ ഉമ്മർത്തൊക്കെ കാണുന്നതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം എഴുന്നേറ്റു, പക്ഷേ ആൾ വലിയ ഗൗരവത്തിലാണ്. ഇന്നലെ പിന്നെ ഡയറിയൊക്കെ എടുത്ത് നോക്കുന്നത് കണ്ടു. കണക്കൊക്കെ കൊടുത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിള്ളയോട്. അന്നേരം അത് കൊടുത്തില്ലേ പിന്നെ എന്നെ അവിടെ കിടത്തി പൊറപ്പിക്കത്തില്ലല്ലോ. രാഘവസാറിന് ഓർമ്മക്കുറവെന്ന് പറയുന്നതൊക്കെ ചുമ്മാതെയാണ്, കാശ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒടുക്കത്തെ ഓർമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ രാഘവൻ നായർ അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ശിവനിങ്ങനെ നോക്കുകയാണ്. ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ രാഘവൻ നായർക്ക് ഇനി പഴയ ഓർമ്മയെങ്ങാനും തിരിച്ചു വരുമോ അങ്ങനെയുള്ളതാണോ എന്നൊന്നും കാണിക്കുന്നില്ല. ഇനി ആ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആ ഒരു പിന്നെ മദ്യമൊക്കെ കഴിച്ച്, പക്ഷേ ശിവനെ അന്നേരം തിരിച്ചറിഞ്ഞ വിഷ്ണു ആണെന്നല്ലോ വിചാരിച്ച് വെച്ചിരുന്നത്. ഇനി അതാണോ എന്നുള്ളത് കാണിക്കുന്നില്ല. രാഘവൻ നായർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നേ കാണിക്കുന്നുള്ളൂ. അടുത്ത ബാക്കി എന്താകുമെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ആ ശാരദാമ്മയുടെ ആ ഒരു കേസിൻ്റെ കാര്യമാണ് എങ്ങോട്ടായി എന്നുള്ളത് ഒരു വഴിത്തിരിവും കാണിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നില്ല. പക്ഷേ പോലീസുകാർക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നേ ഉള്ളൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.